ലോക വാർത്തകളുമായി ഫോക്കസ് വേൾഡ് സ്വാഗതം. പുതിയൊരു അധ്യായത്തിലേക്ക്. ജപ്പാൻ പ്രധാനമന്ത്രിയായി ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ഷിഗേറു ഇഷിബയെ പാർലമെന്റ് തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ രാജിവെച്ചതിനെ തുടർന്നാണ് പിൻഗാമിയായി ഇഷിബയെ തിരഞ്ഞെടുത്തത്. പുതിയ മന്ത്രിസഭയെ ഇഷിബ ഉടൻ പ്രഖ്യാപിക്കും. ഒക്ടോബർ 27 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ഇഷിബ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യൻ സമുദ്രത്തിൽ ബ്രിട്ടന്റെ കൈവശമായിരുന്ന ഷഗോസ് ദ്വീപുകൾ മൗറീഷ്യസിന് വിട്ടു നൽകാൻ ഉടമ്പടിയായി. പതിറ്റാണ്ടുകളായി തുടരുന്ന തർക്കത്തിനാണ് ഇതോടെ അവസാനമായത്. തീരുമാനത്തിന് യുഎസിന്റെയും ഇന്ത്യയുടെ പിന്തുണയുണ്ടെന്ന് ബ്രിട്ടീഷ് മൗറീഷ്യസ് പ്രതിനിധികൾ അറിയിച്ചു. ഈ ഉടമ്പടിയോടെ മൗറീഷ്യസിന്റെ കോളനി കാലം പൂർണ്ണമായി ഒഴിഞ്ഞെന്ന് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നാഥ് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിനൊപ്പം അമേരിക്കൻ സ്വപ്നം വീണ്ടും യാഥാർത്ഥ്യമാക്കുമെന്ന് റിപ്പബ്ലിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി JD വാൻസ്. തെരഞ്ഞെടുപ്പ് പോര് കടുക്കവെ യുഎസിൽ നടക്കുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുടെ സംവാദത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. തന്റെ നയങ്ങളുടെ അമേരിക്കയിൽ നിന്ന് ഉൽപാദന മേഖല അകറ്റുകയാണ് കമല ഹാരിസ് സർക്കാർ. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള ഏക മാർഗം US ഉൽപാദനം ഉയർത്തുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ അതിർത്തി നയങ്ങൾ വീണ്ടും നടപ്പിലാക്കുമെന്നും JD വാൻസ് പറഞ്ഞു. ലബനൻ തലസ്ഥാനമായ ബൈറൂട്ടിൽ ഹിസ്ബുല്ലയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആസ്ഥാനം ലക്ഷ്യമാക്കി ഇസ്രായേലിന്റെ വ്യോമാക്രമണം. ഹിസ്ബുല്ല മുൻ മേധാവി ഹസൻ നസ്രല്ലയുടെ പിൻഗാമി ഹാഷിം സഫേദിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്നാണ് റിപ്പോർട്ട്. ഹിസ്ബുല്ല ആസ്ഥാനത്തെ ഭൂഗർഭ ബങ്കറിൽ അഭയം തേടിയിരിക്കുന്ന സഫേദിന്റെ നിലവിലെ സ്ഥിതി എന്തെന്ന് വ്യക്തമല്ല. പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകാൻ ജനങ്ങൾക്ക് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ തുനിഞ്ഞാൽ പിന്തുണയ്ക്കില്ലെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. ഇസ്രായേലിൽ 150 മിസൈലുകൾ ഇറാൻ വർഷിച്ചതിനു ശേഷം അത്തരം പ്രതികാര നടപടിയെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ബൈഡന്റെ മറുപടി. ഇറാനുമേൽ പുതിയ ഉപരോധം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കളുമായി ടെലിഫോണിൽ സംസാരിച്ചതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കാനഡ പാർലമെന്റിൽ ഒരാഴ്ചക്കിടെ രണ്ടാമതും പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള ന്യൂനപക്ഷ സർക്കാർ വിശ്വാസ വോട്ട് നേടി. ജനസഭയിൽ 121-നെതിരെ 207 വോട്ടിനായിരുന്നു ട്രൂഡോയുടെ വിജയം. കഴിഞ്ഞ വ്യാഴാഴ്ചയും പ്രധാന പ്രതിപക്ഷ കൺസർവേറ്റീവ് പാർട്ടി ട്രൂഡോ സർക്കാരിനെ വീഴ്ത്താൻ ശ്രമിച്ചെങ്കിലും വിജയിക്കാനായില്ല. 9 വർഷമായി ഭരണത്തിൽ തുടരുന്ന ട്രൂഡോയുടെ ജനസമ്മതിയിൽ വൻ ഇടിവുണ്ട്. അടുത്ത വർഷം ഒക്ടോബറിലാണ് പൊതു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. പുതിയ കാഴ്ചകളുമായി അടുത്ത വാരത്തിൽ.